ഹായ് ഹലോ ഗായ്സ്, ഗേളി ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് ഗേളി ടോക്കിൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കമന്റ് വായിച്ചിട്ടാണ് ഇഷ്ടാണോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. കുറച്ച് പേരൊക്കെ കമന്റ് ഇടുന്നുണ്ട്, ഞാൻ വായിക്കാറുണ്ട് കേട്ടോ, റിപ്ലൈയും കൊടുക്കാറുണ്ട്. പക്ഷെ നാളെ നമുക്ക് ഗേളി ടോക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. വീഡിയോ വ്ളോഗ്, ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്തുകൂടെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാം. എനിക്ക് പക്ഷെ ഇത്തിരി നാളും കൂടി ഗേളി ടോക്ക് കണ്ടിന്യൂ ചെയ്ത് പോണം എന്ന ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ അൺസ്റ്റോപ്പബിൾ ആയിട്ട് നിർത്താണ്ട് പോകണം. പക്ഷെ ഇടയിൽ കൂടെ ഞാൻ മറ്റേ വ്ളോഗൊക്കെ കയറ്റാൻ നോക്കാം. പക്ഷെ എനിക്ക് ഇത് മെയിൻ ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് കാരണമാണ് ഞാൻ ഗേളി ടോക്കിന്റെ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന 90% പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് ഫ്രീ ആണ് ഗൈസ്. വീഡിയോയും ഫ്രീ ആണ്, സബ്സ്ക്രൈബ് ബട്ടണും ഫ്രീ ആണ്. പിന്നെ എന്തിനും പഠിച്ച് ആലോചിച്ച് നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പൊ എന്തായാലും വൈകിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ ചോദ്യം ചോദിച്ചാൽ നമുക്ക് നീതു എന്ന് പേര് കൊടുക്കാം കേട്ടോ. അപ്പൊ നീതു ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാ, പാർട്ട്ണർ തന്നെ ബോഡി ഷേമിങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്നാണ്. ഇത് ഗേളി ടോക്ക് ആണെങ്കിലും ഗേൾസിനെ മാത്രം വേണ്ടിയുള്ള വീഡിയോ ആയിട്ട് അല്ല ഞാൻ ഇത് ഇറക്കുന്നത്. ഇത് ബോയ്സിനും കാണാവുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ ഒരു പെൺകുട്ടി ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തന്റെ പാർട്ട്ണർ തന്നെ ബോഡി ഷെയിമിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുക വെച്ചാൽ, ഇപ്പോ ഫ്രണ്ട്സ് കളിയാക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പാർട്ട്ണർ കളിയാക്കുമ്പോൾ നമുക്ക് ഫീൽ അടിക്കുക അല്ലെ. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാം, വീട്ടുകാരെ കളിയാക്കാം, അതേപോലെ അവരെയൊക്കെ നമ്മളൊരു സെക്കൻഡ് സർക്കിളിലാണ് വെക്കുക. പക്ഷെ സ്വന്തം പാർട്ട്ണറെ നമ്മള് ഇവര് ഈ ഫസ്റ്റ് സർക്കിളിനാണ്, ഗേൾ ആയാലും ബോയ് അവരാണ് ഏറ്റവും അടുപ്പല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ നേരെ ഇരിക്കുന്നതും കൂടെ കിടക്കണതും, അല്ലെങ്കിൽ അതിനു മുമ്പ് അത്രയും അടുപ്പുള്ള ആളാണ് നമ്മുടെ ആര്, പാർട്ട്ണർ എന്ന് പറയുന്നത്. അവരെന്നെ ബോഡി ഷെയിം ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുക വെച്ച് നിങ്ങൾ ആ പാർട്ട്ണറോട് സംസാരിക്കുക, എനിക്കിത് ഇഷ്ടമല്ലേ, ഫ്രണ്ട്സോ മറ്റു പേരോ കളിയാക്കുന്ന പോലെയല്ല എനിക്ക് നിങ്ങൾ കളിയാക്കുന്നത് തന്നെ. ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫും ബോഡി ഷെയിമിങ് ചെയ്യും. ഹസ്ബൻഡ് ഇതിരി തടിച്ച ചിലവര് പറയാൻ, അങ്ങനത്തെ കേസുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഒന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ബോഡി ഷെയിമിങ് ചെയ്യാണ്ടിരിക്കുക മറ്റൊരാളെ. അവരുടെ ശരീരമാണ്, അവര് തിന്നു കൊടുത്തിട്ടാവില്ല ഇങ്ങനെ തടി വെക്കുന്നത്, അല്ലെങ്കിൽ അവര് തിന്നാതിരുന്നിട്ടാവില്ല ഇങ്ങനെ മെലിയുന്നത്. അവരുടെ വേറെ കുറെ സാഹചര്യം കൊണ്ടായിരിക്കും അവരുടെ ബോഡി ഇങ്ങനെ നിങ്ങൾക്കൊക്കെ വൃത്തികെട്ട രീതിയിൽ തോന്നിയിട്ടുണ്ടാവുക. ബോഡി ഷെയിമിന്റെ കേസ് മാത്രമല്ല, ഒരാൾക്ക് നല്ല ജോലി ഇല്ലെങ്കിൽ, പഠിപ്പിനനുസരിച്ചുള്ള ജോലി ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ അവര് ബോഡി ഷെയിമിങ് അല്ല, ഇങ്ങനെ ഷെയിമിങ്ങുകൾ ഒരു കൂട്ടത്തിൽ ഇവര് കളിയാക്കപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ കാര്യം, അങ്ങനെ ആരും മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത് തിരിച്ചടിക്കും, അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ രണ്ടാമത്, നിങ്ങളുടെ പാർട്ട്ണറാണല്ലോ കളിയാക്കണം, നിങ്ങൾ ആ പാർട്ട്ണറോട് തുറന്നു പറയാം, എന്നെ ഇങ്ങനെ കളിയാക്കരുത്, എനിക്കത് ഇഷ്ടമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ കളിയാക്കുമ്പോൾ എനിക്കത് തീരെ ഇഷ്ടമില്ല എന്ന് തുറന്നു പറയാ. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ഇടയിൽ, എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഗ്യാപ്പ് പോവുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ഇരിക്കുമ്പോഴാണ് നിങ്ങളോട് നല്ല രീതിയിൽ പറയണത്, ഓ നിന്റെ തടി ഇത്തിരി കൂടുന്നുണ്ട്, നിനക്ക് മറ്റേതായിരിക്കും ഒന്നും കൂടി പഴയ തടിയാവും, അല്ലെങ്കിൽ ചിലപ്പോ നിനക്ക് അതിനെ കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാച്ച പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നീ ഇങ്ങനെ പോയ തടിച്ചു കൊഴുത്ത് വലുതാവും ആ മോഡലിലൊക്കെ പറയാച്ചാ അത് ബോഡി ഷെയിമിങ് ആണ്. നിങ്ങൾ അവരോട് പറയാ, ഇങ്ങനെ കളിയാക്കരുത്, എനിക്ക് ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുന്നത് ചെയ്യാട്ടോ. വിവാഹത്തിന് മുമ്പാണ് നിങ്ങൾ ഇങ്ങനെ ബോഡി ഷെയിമിങ് ഒക്കെ അനുഭവിക്കണേ വെച്ചാൽ ആ ബന്ധം ഞാൻ കട്ട് ചെയ്ത് കളയാ. വെറുതെ എന്തിനാ ഒരു ബന്ധം ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുമ്പോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ നോക്കൂ കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചാളെ നമുക്ക് എന്ത് പേരിടാം, നിറ എന്ന് പേരിടാം കേട്ടോ. നിറ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, നിറയുടെ പ്രൈവറ്റ് പാർട്ടില് ബ്രൗണിഷ് കളറാണ്, ഇത് ഹസ്ബൻഡിന് ഇഷ്ടാവോ, ഇതെങ്ങനെ ലൈറ്റൻ ചെയ്യാ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നിറോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഇന്ത്യൻ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് പ്രൈവറ്റ് പാർട്സിലെ കളർ ഇത്തിരി എന്താ പറയാ ഡാർക്ക് ആയിരിക്കും കേട്ടോ. അത് ഇപ്പൊ നമ്മൾ ഏത് ക്രീം തേച്ചാല്, ഇന്ന ക്രീം തേച്ച് വടിച്ചു കളഞ്ഞാല് ഒന്നും മാറില്ല. ഏത് ക്രീം തേച്ചാലും ഏത് മാസ്ക് ഇട്ടാലും അവിടുത്തെ കളർ അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന്റെ കളർ, ഇന്ത്യൻസിന്റെ കളർ, ഇന്ത്യൻ വംശജർ എന്നൊക്കെ പറയില്ലേ, അവരുടെ കളർ പ്രൈവറ്റ് പാർട്സിൽ ഇത്തിരി ഡാർക്ക് ആണ് കേട്ടോ. നമ്മുടെ മുഖത്തിനെക്കാട്ടും നമ്മുടെ കൈയിനെക്കാട്ടും കാലിനെക്കാട്ടും ഏറ്റവും കളർ കുറവ് ആ പാർട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ. അത് കുറച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ച ആൾക്ക് നമുക്ക് നില എന്ന് പേരിടാം.
ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ വജൈനൽ വാഷ് യൂസ് ചെയ്യാമോ എന്നാണ്. വജൈനൽ വാഷ് നമ്മുടെ വജൈന എന്ന് പറയുന്ന ഏരിയ തന്നെ ക്ലീൻ ആവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. തന്നെ അത് ക്ലെൻസ് ആയി. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലാതെ വജൈനൽ വാഷ് ഒന്നും യൂസ് ചെയ്യണ്ട. പക്ഷെ കാരണം നമ്മുടെ വജൈനയ്ക്ക് ഒരു പ്രത്യേക pH ഉണ്ട്. അപ്പൊ ഈ വജൈനൽ വാഷ് ആ ലിക്വിഡ്സിനൊക്കെ വേറെ pH ആണ്. അപ്പോൾ അതൊക്കെ മിക്സ് ആവുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ കുഞ്ഞു? അപ്പൊ കുഞ്ഞു ഇവിടെ ഉണ്ടേ. അപ്പൊ വജൈനൽ വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ പീരീഡ്സ് കഴിഞ്ഞുള്ള ദിവസങ്ങൾക്ക് ഇത്തിരി കൂടി ഹൈജീനിക് ആയി ഫീൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. മാസത്തിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ ഒരിക്കലും വജൈനൽ വാഷ് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ച ആൾക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? നമുക്ക് നവ്യ എന്ന് പേര് കൊടുക്കാം കേട്ടോ. അടുത്ത ചോദ്യം എന്താ വെച്ചാ, നവ്യ മാരീഡ് ആണ്, പക്ഷെ കുട്ടീനെ വേണ്ടാന്നാണ് നവ്യ ആഗ്രഹിക്കുന്നത്. അതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ നമ്മളൊരു പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നവ്യയുടെ പാർട്ട്ണറും കൂടി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് കുട്ടിയുടെ കേസ്. കുട്ടി വേണോ വേണ്ടേന്നൊക്കെ. ഇപ്പോൾ ഞാൻ പറയാ, ഫാമിലിയുടെ നിർബന്ധം കാരണം ഒരിക്കലും നിങ്ങൾ പ്രഗ്നന്റ് ആവാനോ കുട്ടീനെ ഉണ്ടാക്കാനോ നിൽക്കരുത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ഫാമിലി നോക്കാനൊന്നും വരില്ല. നിങ്ങളുടെ കുട്ടി നിങ്ങൾ നോക്കിക്കോ. ഇതുവരെ കുട്ടിയായില്ലേ എന്ന് ചോദിക്കാൻ 100 കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കാൻ വരുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനെ നോക്കി ഉണ്ടാകുമല്ലോ, അപ്പൊ ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോ കുട്ടീനെ വേണോ വേണ്ടേന്നൊക്കെ നവ്യയുടെ പാർട്ട്ണർ ഹസ്ബൻഡും കൂടി ചേർന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഇപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യലി സെറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ നിങ്ങൾ ആകെ പണിയും. കാരണം ഡെലിവറി ആ ഒരു ടൈമിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു സ്കാനിന് തന്നെ അത്യാവശ്യം പൈസ പൊടിയും. നിങ്ങളിൽ ഒരാളെങ്കിലും സ്റ്റേബിൾ ആവണം. കാരണം ആ ടൈമിൽ എന്തായാലും ഒരാൾക്ക് ജോലിക്ക് കുറച്ച് നാൾ പോകാനായിട്ട് പറ്റില്ല അല്ലെ. ഒരാൾ കുട്ടീനെ നോക്കുക വേണം, അതിന് ഷെയർ ചെയ്ത് നോക്കുക വേണം. അപ്പോ എന്തായാലും ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുക. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആളും തന്നെ താമസിക്കുക എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫുള്ളായിട്ട് ഒരു കുട്ടീനെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, അതായത് ഇനി ഭാവിയിൽ വേണ്ടാന്ന് വെക്കാനാണ് തീരുമാനം വെച്ചാൽ അത് നിങ്ങൾ രണ്ടാളും പരസ്പരം ആലോചിച്ച് പോസിബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. നവ്യയുടെ മാത്രം തീരുമാനത്തെക്കാളും പാർട്ട്ണറുടെ തീരുമാനത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഈക്വലി പ്രാധാന്യം കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, അഥവാ നിങ്ങൾ ഇപ്പൊ വേണ്ടാന്ന് വെക്കുകയാണ്, ഒരു 10 വർഷത്തിന് ശേഷം ഒന്നുകൂടി സ്റ്റേബിൾ ആയിട്ട് മതി, ഇപ്പൊ ഒരു 35 വയസ്സൊക്കെ ആയിട്ട് മതിയെങ്കിൽ ഇപ്പൊ കുറെ ഹോസ്പിറ്റൽസിൽ എഗ് ആയാലും സ്പെയിം ആയാലും ക്വാളിറ്റി, ഇപ്പൊ നമ്മൾ ചെറുപ്പമായ കാരണം നമുക്ക് ക്വാളിറ്റിയുള്ള എഗ് ഉണ്ടാവും, ക്വാളിറ്റിയുള്ള സ്പെയിം ബോയ്സിലുണ്ടാവും. അപ്പൊ ഇത് രണ്ടും പ്രിസർവ് ചെയ്ത് കുറച്ച് വർഷം പ്രിസർവ് ചെയ്യാനൊക്കെ പറ്റിയ ഹോസ്പിറ്റൽസും അങ്ങനത്തെ സെന്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ കൊണ്ട് ഈ പ്രിസർവ് ചെയ്യാൻ വെക്കാം കേട്ടോ. സ്പേം ആയാലും എഗ് ഒക്കെ ആയാലും നിങ്ങൾ പ്രിസർവ് ചെയ്യാൻ വെച്ചാൽ ഇത് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഗോട്ട്, ഒരു കുഞ്ഞ് ബീജത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ കുറെ ആക്ട്രസുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്ന് വെച്ചാൽ അധികം കഷ്ടപ്പെടാതെ, അതായത് ട്രീറ്റ്മെന്റുകളൊക്കെ അധികം ബുദ്ധിമുട്ടാതെ പൈസ ചെലവാക്കാതെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതും നല്ലൊരു മാർഗമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ച ആൾക്ക് നമുക്ക് നിമാന്ന് പേര് കൊടുക്കാം കേട്ടോ. അപ്പൊ നിമ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, വീക്ക്ലി വൈസ് സെക്സ് നല്ലതാണോ, ഹെൽത്തി അല്ലേ, വി ആർ ന്യൂലി വെഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്സ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഇഷ്ടമാണ്. എത്ര തവണ വേണം, എത്ര നാളിടവിട്ട് വേണം, എത്ര സമയം വേണം എന്നൊക്കെ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടമാണ്. വീക്ക്ലി വൈസ് ഒക്കെ ഹെൽത്തി ആണ് കേട്ടോ. അതുപോലെ ഇത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. വീക്ക്ലി വൈസ് ഹെൽത്തിയാണ്. ഡെയിലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത്തിരി നാൾക്ക് ശേഷം ഇടവിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്വന്തം താല്പര്യം കംഫർട്ട് അനുസരിച്ച് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും അതും കൂടി ചെന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന റെമഡീസ് ആയിരിക്കില്ല നിങ്ങൾക്ക് പറയാൻ തോന്നുക. അപ്പോൾ അതും ഒന്ന് കമന്റ് ചെയ്യാം.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഫ്രീ ആണ് ഗൈസ്, ഞാൻ എത്ര തവണ പറയണം. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും ഗൈസ്. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കൂടി ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ വരേക്കും ബൈ ബൈ ഗൈസ്.